ഡിന്നറിന് എന്ത് തയ്യാറാക്കുന്ന ഓർത്തപ്പോഴാണ് എന്നാൽ നമുക്ക് കഞ്ഞി ഉണ്ടാക്കിയാലോ, കുറേ നാളായി കഞ്ഞി കുടിച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കഞ്ഞി തന്നെ തയ്യാറാക്കാമെന്ന്. അതിൻ്റെ കൂടെ ഞാനൊരു ഉരുളൻകിഴങ്ങ് ഫ്രൈയും കൂടി തയ്യാറാക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു അച്ചാറും കൂടി ആയി കഴിഞ്ഞാൽ കഞ്ഞി ഭയങ്കര ഉഷാറാവും. അപ്പോൾ നമുക്ക് ആ ഉപ്പേരി കൂട്ടാൻ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വെണ്ടക്കായാണ്. വെണ്ടക്കായ നല്ല പോലെ കഴുകി അത് നടുമുറിച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ ഉള്ളിൽ വല്ല പുഴുക്കളോ കേടോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെത്തിക്കളയണം. ഇനി ഒരു ഫ്രൈ പാനിലേക്ക് വെണ്ടക്കായ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറണ വരെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് വഴുവഴുപ്പ് മാറി ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന സവോളയും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചതച്ച കുത്തുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് പാത്രം മൂടി തന്നെ നമുക്കത് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും. അതിൽ കൂടെ തന്നെ നമുക്ക് ഒരു പിടി തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി ഉരുളൻകിഴങ്ങ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഉരുളൻകിഴങ്ങ് തൊലി ചെത്തി ഇതുപോലെ കഴുകി സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നമുക്ക് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് അത് 2 സൈഡും മറിച്ചും തിരിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം ഫ്രൈ പാനിലൊന്ന് നിരത്തി കൊടുത്തിട്ട് നമുക്ക് പാത്രം അടച്ചൊന്ന് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് അപ്പുറത്തെ സൈഡും കൂടി ഇതേപോലെ തന്നെ നമുക്കൊന്ന് മറിച്ചിട്ട് എടുക്കാം. 2 സൈഡും ഒന്ന് വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഓപ്ഷണലാണ്. കുട്ടികൾക്കൊന്നും വേണ്ടെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. ആ മുളകിൻ്റെ ഒരു പച്ചക്കുത്ത് മാറാനായിട്ട് നമുക്ക് 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കോമ്പിനേഷനിൽ കഞ്ഞി കുടിക്കാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്.